നമ്മളെങ്ങനെ സിമ്പിളായിട്ടൊരു പോട്ടിക്കറി ഉണ്ടാക്കുക? പോട്ടി നന്നായിട്ട് കഴുകി അതൊരു കുക്കറിലിടുക. എന്നിട്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് ഗരം മസാലപ്പൊടി, പിന്നെ ഒരു സ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചതോ അത് ഇട്ട് കുഴച്ച് അത് വെള്ളമൊന്നും ഒഴിക്കേണ്ട. പോട്ടിയിൽ തന്നെ വെള്ളം ഉണ്ടാവും. അത് നമ്മൾ കുക്കറിലിട്ടിട്ട് നന്നായിട്ട് വേവിക്കുക. അതിപ്പോൾ ഓരോ കുക്കറിൻ്റെ പോലെ ഇരിക്കും അതിൻ്റെ വേവ്. ചിലപ്പോൾ ഒരു 10 വിസിലായിരിക്കും, അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു 25 മിനിറ്റെങ്കിലും ഇത് വേവിക്കണം. എന്നിട്ട് നമ്മളിപ്പോൾ എത്ര പോട്ടിയാണ് വാങ്ങിച്ചത്, 1 കിലോനാണ് പോട്ടി വാങ്ങിച്ചതെങ്കിൽ ഒരു 4 സവാള, ഒരു ചെറിയ തക്കാളിയാണെങ്കിൽ 2 എണ്ണം, വലുതാണെങ്കിൽ ഒരു ഒറ്റ തക്കാളി മതിയാവും. ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കുക. ചീനിച്ചട്ടി അടപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് സവാള ഇടുക. സവാള നന്നായിട്ട് നല്ല ബ്രൗണായിട്ട് നമ്മൾ ഇളക്കി ഇതായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഇഞ്ചി ശകലം നമ്മൾ മറ്റേലിട്ട് കുറച്ച് വേവിച്ചിട്ടുണ്ടല്ലോ, ഇഞ്ചി വെളുത്തുള്ളി ഇടുക. അതും കൂടി ഒന്ന് പച്ചമണം മാറി വരുമ്പോഴത്തേക്കും നമ്മളതിൽ ശകലം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി. ഇപ്പോൾ 1 കിലോ ബീഫിനല്ലേ ഞാൻ പറഞ്ഞത് 4 സവാളയൊക്കെ. അപ്പോൾ അതേപോലെ ഒരു 2 സ്പൂൺ മുളക് പൊടി ഇടണം. ബീഫല്ലേ, പോട്ടിക്കറിയല്ലേ വന്ന് പോയി ഇല്ല പറഞ്ഞു. അപ്പോൾ നമ്മൾ പോട്ടിയിലേക്ക് സവാള വാടി നന്നായിട്ട് നല്ല ബ്രൗൺ നിറമായിട്ട് വരുമ്പം അതിലേക്ക് ശകലം മഞ്ഞൾപ്പൊടി ഇടുക. പിന്നെ ഒരു 2 സ്പൂൺ മുളക് പൊടി ഇടുക. ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി ഇടുക. മല്ലിപ്പൊടി ഇച്ചിരി മുൻതൂക്കം വേണം കേട്ടോ. ചിലർക്ക് മല്ലിപ്പൊടി ഇഷ്ടമാവും. അപ്പോൾ അതനുസരിച്ചിട്ട് പോട്ടിയിൽ മല്ലിപ്പൊടി വേണം ഗ്രേവിക്ക്. ഗ്രേവിക്ക്. അത് കഴിഞ്ഞ് മസാലപ്പൊടി ഇടണം. മസാലപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കുക. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി, ഇത്ര ഐറ്റംസ് അത് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. അപ്പോഴത്തേക്കും നമുക്ക് അത് നല്ല സ്മെല്ല് വരും, നല്ല പൊരിഞ്ഞ ടൈപ്പ്. അതങ്ങോട്ട് ഇളക്കി കഴിഞ്ഞിട്ട് അത് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഈ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ അത് ഇടുക. അത് ഇട്ട് അങ്ങോട്ട് നന്നായിട്ട് ഇളക്കുക. ഇളക്കി കഴിഞ്ഞിട്ട് നമ്മുടെ ബീഫ് ഇത് വെന്താന്ന് നോക്കുക. പോട്ടി നമ്മൾ നെക്കി നോക്കുമ്പോൾ അറിയാൻ പറ്റും വെന്തിട്ടുണ്ടാകുന്നു. നന്നായിട്ട് വേകണം, അല്ലെങ്കിൽ റബ്ബർ പോലെ ഇങ്ങനെ കിടക്കും. അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. പിന്നെ ചിലവർക്ക് പൊതുവേ ചിലവർക്ക് ഇഷ്ടമല്ല പോട്ടിക്കറിയിൽ ആരും തേങ്ങാക്കൊത്ത് ഇടില്ല. പക്ഷെ ഞാൻ ശകലം തേങ്ങ കൊത്ത് മൂപ്പിച്ചിട്ട് വെളിച്ചെണ്ണ നമ്മൾ സവാള വാട്ടുന്നതിനെ ഇടാറുണ്ട്. കറിവേപ്പില ഇട്ട് ലാസ്റ്റ് ഇച്ചിരി മസാലപ്പൊടി, കുരുമുളക് പൊടിയും കൂടി മേളിൽ ഇടുന്നു. അപ്പോൾ അതാണ് നമ്മുടെ പോട്ടിക്കറിയുടെ നല്ല ഒരു ടേസ്റ്റ് എന്ന് പറയാനായിട്ട്. ആ ലാസ്റ്റ് ഇടുന്ന മസാലപ്പൊടിയിലും മുളക് പൊടിയിലാണ് വന്നത്. ഇങ്ങനെ പോട്ടിക്കറി വെച്ച് നോക്ക്, നല്ലതായിരിക്കും. നല്ല വരട്ടിയെടുക്കണം, നല്ല ബ്രൗൺ ആയിട്ട് വരും. അപ്പം പോട്ടിക്കറി അപ്പം ആയിരിപ്പുണ്ട്, ചോറും കൂട്ടി തിന്നാൽ മതി. അപ്പോൾ അല്ലേ, നിനക്ക് മെൻ്റലല്ല കാര്യമായിട്ട് പറയുന്നത്, പോട്ടിക്കറി അല്ലേ? ഇതേനാ നിങ്ങൾ നേരത്തെ കേട്ട ബോട്ടിക്കറി അടുപ്പത്ത് കിടന്ന് തിളച്ചുകൊണ്ടിരിക്കുന്നു. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ, ഇപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുന്ന പയ്യന്മാർക്കാണെങ്കിലും പെൺപിള്ളേർക്കാണെങ്കിലും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ബോട്ടിക്കറി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൻ അമർത്തണം, മാക്സിമം ഷെയർ ചെയ്യണം, വീഡിയോ കാണണം, കമൻറ്റ് ചെയ്യണം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അടിപൊളി പോട്ടിക്കറി ചപ്പാത്തിയൊക്കെ കൂട്ടി കഴിക്കാം. അപ്പം ഞങ്ങൾ ചപ്പാത്തിയൊക്കെ കൂട്ടി കഴിക്കട്ടെ.